ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 3-phase സർക്യൂട്ട്സിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ടാണ്. സോ നമുക്ക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ തേർഡ് മോഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് 3-phase സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് ടോപ്പിക്സിനെ ഞാനൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ 3-phase സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ നമുക്ക് ഒരു സിംഗിൾ ഫേസ് എ സി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമുക്കൊരു കോയിൽ ഉണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ആ കോയിൽ വെക്കുമ്പം ആൻഡ് ഇറ്റ് വിൽ റൊട്ടേറ്റ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ഒരു സിംഗിൾ ഫേസ് എ സി വിത്ത് ഫ്രീക്വൻസി ഓഫ് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഓഫ് ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. അത് ടേൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഓക്കെ, ദാറ്റ് വിൽ ബി ഓൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ. ഓക്കെ, ബട്ട് ഇൻ 3-phase നമുക്ക് എന്തുണ്ടാവും? 3 കോയിൽസ് ഉണ്ടായിരിക്കും. ആസ് എ റിസൾട്ട് നമുക്ക് 3-phase സപ്ലൈ കിട്ടും. ഓക്കെ, 3-phase സപ്ലൈ എങ്ങനെ വരയ്ക്കാം നമുക്ക്? ഓക്കെ, വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഇവിടെയും കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഇനി ഇതിനെ മിഡിൽ വെച്ച് എക്സ് ആക്സിസ് വരയ്ക്കുക. ഇത് നമ്മുടെ വൈ ആക്സിസ്. സോ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒമേഗ ടി ആയിരിക്കും, വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ഫസ്റ്റ് വേവ് ഫോം ആൻഡ് this will be our third waveform and this will be our second waveform. Okay, so ഇങ്ങനെയാണ് നമ്മൾ 3-phase വോൾട്ടേജ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഈ ആർ ആയിരിക്കും, ഇതെന്ന് പറയുന്നത് ഈ വൈ ആയിരിക്കും, ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ ബി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് this will be ER, this will be EY and this will be EB. ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ 3-phase സർക്യൂട്ട്സിൻ്റെ ഫേസർ ഡയഗ്രാം, നമ്മുടെ വേവ് ഫോം, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് വിൽ ബി ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്ന R ആയിരിക്കും, ആൻഡ് ഇത് R1. ഇവിടെ എന്ന് പറഞ്ഞാൽ Y2, ഇത് Y. ഇവിടെ എന്ന് പറഞ്ഞാൽ Y1, B1, ഇത് B. ഓക്കെ, ഇനി ഇതിനൊരു സീക്വൻസ് ഉണ്ട്. ആദ്യം സൗത്ത് പോളിലേക്ക് ഏത് ഹെഡ് വരുന്നോ അതായിരിക്കും അതിൻ്റെ. ഇപ്പം ഇവിടെ ആദ്യം റെഡാണ് വന്നത്, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഇതെന്ന് പറയുന്നത് വൈ ആണ്. സോ വൈ എടുക്കുക, അത് കഴിഞ്ഞ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ബി എടുക്കുക. സോ ഇതായിരിക്കും സീക്വൻസ് ഫോർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ R കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ബി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വരുന്നത് വൈ ആയിരിക്കും, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ഫേസ് സീക്വൻസ് ആയിട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് എന്താണ്? RYB എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫേസ് സീക്വൻസ്. ഓക്കെ, സോ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് RYB എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫേസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോയിലുണ്ട്, അതിനെ നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, സിംഗിൾ ഫേസിനെ നമുക്ക് ഇതുപോലെ ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് 3 കോയിൽസ് ആണുള്ളത്. സോ ഓരോന്നിനെയും ഓരോ ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് 2 കണക്റ്റിംഗ് വയേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 കണ്ടക്ടറിൻ്റെ ആവശ്യം വരും. സോ 3 കോയിൽസിന് വേണ്ടി 3 × 2 6 കണ്ടക്ടേഴ്സ് വേണം. ബട്ട്
അത് കൂടുതൽ എന്താണ് conductors. So in order to reduce the conductor നമ്മൾ interconnection of three phase circuits എന്ന വേയിലേക്ക്, അതായത് അതിൻ്റെ കണ്ടക്ടേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വേറെ മെത്തേഡ്സ് ഓഫ് ഇൻ്റർകണക്ഷൻ നമ്മൾ നോക്കിയത്. സോ അപ്പം നമ്മൾ കാണുന്ന രണ്ട് ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് സ്റ്റാർ കണക്ഷൻ അല്ലെങ്കിൽ വൈ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ. ഓക്കെ, സോ ഡെൽറ്റ ഓർ മെഷ് അല്ലെങ്കിൽ സ്റ്റാർ ഓർ വൈ, ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് ഈ മൊഡ്യൂളിൽ. ബട്ട് ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇനി എന്താണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, എല്ലാ കോയിൽസിൻ്റെയും ഫിനിഷിംഗ് പോയിൻ്റ് ഒരു ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യും. എല്ലാ കോയിൽസിൻ്റെയും ഫിനിഷിംഗ് പോയിൻ്റ്, ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കാണും, ഒരു ഫിനിഷിംഗ് പോയിൻറ്റും കാണും. അതൊരു കോമൺ ആയിട്ട് ഒരു ന്യൂട്രൽ എന്നുള്ള വയറിലേക്ക് കണക്ട് ചെയ്യും. സോ ഇവിടെ വരുന്നത് റെഡ്, ഇത് വൈ, ഇത് പി, ആൻഡ് ദർ ഇസ് ന്യൂട്രൽ. ഓക്കെ, സോ ഇത് നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് നമുക്കൊരു സ്റ്റാർ കണക്ടറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. Okay, so this is a star connected connection. Okay, so this is neutral. Okay, ഇതിന് പറയുന്ന ഈ കണക്ഷന് പറയുന്നതാണ് 3 phase 3 wire കണക്ഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന കറണ്ട് ആയിട്ടുള്ള IR, ഇവിടം വഴിയുള്ള IY ആൻഡ് ഇവിടം വഴിയുള്ള IB. ഓക്കെ, ഈ കറണ്ട്സ് എല്ലാം ഈ ലോഡിക്കുള്ളിൽ പോകും. ഓക്കെ, സോ ഈ ഒരു കണക്ഷൻ അറിയുന്നതാണ് 3 phase 3 wire കണക്ഷൻ. ദർ ഇസ് അനദർ കണക്ഷൻ ഫോർ സ്റ്റാർ, ദാറ്റ് ഈസ് ഈ ന്യൂട്രൽ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. സോ ഇതിന് പറയുന്ന പേരാണ് എന്ത്, 3 phase 4 wire കണക്ഷൻ. സോ ഇതിലും വഴി പോകുന്ന കറണ്ട് എന്തായിരിക്കും, IR പ്ലസ് IY പ്ലസ് IZ ആയിരിക്കും, സോറി IB ആയിരിക്കും. സോ ഇതിലും വഴി പോകുന്ന കറണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മേഷൻ ആയിരിക്കും. ആൻഡ് ഇവിടം വഴി പോകുന്നത് IR IY ആൻഡ് IB ആയിരിക്കും. ഓക്കെ, സോ 3 phase 3 വയറിന് ന്യൂട്രൽ കണക്ട് ചെയ്യത്തില്ല. ഇവിടെ 3 phase 4 വയറിന് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരെണ്ണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും അടുത്തതിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക, ഇൻ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് വിൽ ബി R, this will be Y and this will be B. So this is delta connection or mesh connection. Okay, so ഇവിടെ നമുക്ക് ന്യൂട്രൽ ഒന്നുമില്ല. ഇവിടെ ഇത് നമ്മുടെ കോയിലാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അടുത്തതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും തമ്മിൽ കണക്റ്റ് ആക്കുക. ഓക്കെ, that is called delta or mesh or എന്താണ്, ഇങ്ങനൊരു ട്രയാങ്കിൾ കാണിച്ചാലും ഡെൽറ്റ കണക്ഷനാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്റ്റാർ അല്ലെങ്കിൽ വൈ കണക്ഷൻ. ഓക്കെ, now we have some definitions. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് സീക്വൻസ് ആണ്. ഫേസ് സീക്വൻസ് എന്ന് ഞാൻ പറഞ്ഞു, ഏത് ഫേസാണ് വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഫേസ് ഓർഡർ, വോൾട്ടേജസ് ഏത് സീക്വൻസിലാണ് അപ്പിയർ ചെയ്യുന്നത്, ഓക്കെ, മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുന്നത്, അതിനെയാണ് ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു
എന്താണ് ആർ വൈ ബി. ഇതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ആർ വൈ ബി എന്ന് പറയുന്നത് മെയിൻലി കളേഴ്സ് ഓഫ് ദ വയർ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ആർ വൈ ബി എന്നുള്ള ഫേസ് സീക്വൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫേസ് വോൾട്ടേജ്. ഓരോ വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ഈച്ച് വൈൻഡിങ് ആണ് അതാണ് ഫേസ് വോൾട്ടേജ് VPH എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് കറണ്ട്. വൈൻഡിങ്ങിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് വൈൻഡിങ്. അതിനെയാണ് ഫേസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട്. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അവൈലബിൾ അല്ലെങ്കിൽ വോൾട്ടേജ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് ലൈൻസ്. ഓക്കെ, any pair of lines. അതിനെയാണ് ലൈൻ വോൾട്ടേജസ് എന്ന് പറയുന്നത്. ഓക്കെ, VL. ആൻഡ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ലൈനിൽ കൂടെയുള്ള കറണ്ട്. ഓക്കെ, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് ലൈൻ. ഓക്കെ, സോ അതാണ് ലൈൻ കറണ്ട്. ഇനിയുള്ള രണ്ട് കാര്യങ്ങളാണ് ബാലൻസ്ഡ് സിസ്റ്റം ആൻഡ് ബാലൻസ്ഡ് ലോഡ്. ഓക്കെ, ബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 3 ഫേസ് സിസ്റ്റം ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജസ് ഇൻ 3 ഫേസസ്. ഓക്കെ, 3 ഫേസസിലുള്ള വോൾട്ടേജസ് മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയിരിക്കണം ആൻഡ് ഡിഫർ ഇൻ ഫേസ് വിത്ത് വൺ അനദർ ബൈ 120 ഡിഗ്രി. ഓക്കെ, വോൾട്ടേജ് ഇൻ ഫേസ് 3 ഫേസസ് should be equal in magnitude and differ in phase from one another by 120 degree. Okay, so ഇതിനെയാണ് ഒരു ബാലൻസ്ഡ്, ഇതൊരു കണ്ടീഷനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ പ്ലസ് കറണ്ടും ഇതുപോലെ തന്നെ. ഓക്കെ, സോ കറണ്ട് ഇൻ 3 phases ഷുഡ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിഫർ ഇൻ ഫേസ് ഫ്രം വൺ അനദർ ബൈ 120 ഡിഗ്രി. ഓക്കെ, സോ കറണ്ടും വോൾട്ടേജും ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിനകത്ത് മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ സിമെട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം. നെക്സ്റ്റ് ഈസ് ദ ബാലൻസ് ലോഡ്. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങളാണ്. വാട്ട് ഈസ് എ ബാലൻസ് സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞത്. നൗ ബാലൻസ്ഡ് ലോഡ് എന്താണ്? ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടായിരുന്നു ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ 3 ഫേസ് ലോഡ് കൊടുത്തത്. ഓക്കെ, എങ്ങനെയായിരുന്നു?
ഓക്കെ, ഇങ്ങനെ നമ്മളൊരു കണക്ഷൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ZPH ലോഡ്സ് ആണെന്ന് പറഞ്ഞു, ZPH. ഓക്കെ, ഈ ZPH അല്ലെങ്കിൽ ലോഡ്സ് കണക്റ്റഡ് അക്രോസ് ദ 3 ഫേസസ്. ഓക്കെ, ഈ ലോഡ്സ് കണക്ട് ചെയ്ത് 3 ഫേസസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്സ് if are of same magnitude. Okay, സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡ് ഓർ ആർ ഐഡൻറ്റിക്കൽ. ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓഫ് സെയിം പവർ ഫാക്ടർ വരും. Okay, so if loads connected in 3 phases are of identical or of same magnitude and power factor, then that load is called a balanced load. അപ്പം അൺബാലൻസ്ഡ് ലോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോഡ്സ് ഡിഫർ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഡിഫർ ഇൻ പവർ ഫാക്ടർ. ഓക്കെ, സോ ആദ്യം ബാലൻസ്ഡ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് അൺബാലൻസ്ഡിൽ വരുന്ന വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഈ ലോഡ്സ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഐഡൻറ്റിക്കൽ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് പവർ ഫാക്ടർ, സെയിം പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബാലൻസ് ലോഡ്, ആൻഡ് ഇഫ് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ, ഓക്കെ, ദെൻ ദാറ്റ് ഈസ് കോൾഡ് ആൻ അൺബാലൻസ് ലോഡ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇൻ്റർ കണക്ഷൻ ഓഫ് 3 ഫേസസ് എന്ന് പറഞ്ഞ് സം ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് 3 ഫേസ് സിസ്റ്റം എന്നും കണ്ടു. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ടറി ക്ലാസ്. ഇനി നമുക്ക് ഒരു ചെറിയൊരു വീഡിയോയും കൂടെ വേണം, വേർ നമ്മൾ എന്താണ് 3 ഫേസിൻ്റെ ലോഡും പവറും റിലേഷൻസൊക്കെ പറയുന്ന കാര്യം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടി എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർക്കും വേണ്ടി മാത്രമായിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിൽ ഉള്ള ഡിഫറൻസ് ഇവിടെ പറയുവാണ്. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസിലേക്ക് കയറാം. ഓക്കെ, ഫോർ സ്റ്റാർ കണക്ഷൻ വോൾട്ടേജ് ഇൻ ദ ലോഡ് ഈസ് ഈക്വൽ ടു √3 times VPH. ഓക്കെ, IL ഈസ് ഈക്വൽ ടു IPH. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ എടുത്തുതരാം. ഇപ്പം ഫോർ ദ കറൻറ്റ് പർപ്പസ് ലോഡ് വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്ഷൻ വിൽ ബി √3 times VPH ആൻഡ് ലോഡ് കറൻറ്റ് വിൽ ബി IPH. ഡെൽറ്റ കണക്ഷനിൽ VL ഈസ് ഈക്വൽ ടു V phase. Okay, line voltage will be equal to phase voltage and line current will be √3 times phase current. Okay, ഇനി ഇവിടെ line voltage lead respective phase voltage by 30 degree. Okay, line voltage will lead respective phase voltage by 30 degree ആണെങ്കിൽ ഇവിടെ line current will lag respective phase current by 30 degree ആയിരിക്കും. ഓക്കെ, ഇനി പവർ എന്ന് പറയുന്നത് 1/3 that of ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, സോ പവർ എന്ന് ഇവിടെ പറയുന്നാൽ എന്താണ് 3 times ഓഫ് സ്റ്റാർ ആയിരിക്കും. ഓക്കെ, ഇവിടെ പവർ 1/3 ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ 3 times ഓഫ് സ്റ്റാർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റാർ കണക്ഷനിൽ 3 ഫേസ് 3 വയർ സിസ്റ്റം പറ്റും ആൻഡ് 3 ഫേസ് 4 വയർ സിസ്റ്റം പറ്റും. ഓക്കെ, ഇവിടെ 3 ഫേസ് 3 വയർ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഫേസർ സം ഓഫ് ഓൾ ദ ഫേസ് കറണ്ട് ഈസ് 0. ഇവിടെ ഫേസർ സം ഓഫ് ഓൾ ഫേസ് വോൾട്ടേജ് ഈസ് 0. ഓക്കെ, ഫേസർ
sum of all phase current is 0 and ഇവിടെ phasor sum of all phase voltage is 0. ഓക്കെ, സോ ഇത്രയുമാണ് സ്റ്റാറും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നല്ല, അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. എന്തുകൊണ്ട് ഇതിങ്ങനെയായി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഞാനിത് ജസ്റ്റ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കാര്യം ഇത് മാത്രമാണ്. സ്റ്റാർ കണക്ഷനിൽ VL is √3 times VPH and IL is equal to I phase. Delta കണക്ഷനിൽ VL is equal to VPH and IL is equal to √3 times IPH. ഇവിടെ ലൈൻ വോൾട്ടേജ് ലീഡ് ബൈ 30 degree with respect to its corresponding phase. ഇവിടെ ലൈൻ കറണ്ട് ലാഗ് with respect to its corresponding phase current by 30 degree. ഇവിടെ power of star connection will be 1/3 that of delta connection, while delta connection 3 times of that of star connection ആയിരിക്കും. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റർ കണക്ഷൻ പറ്റും. 3 phase 3 വയർ, 3 phase 4 വയർ. ഇവിടെ 3 phase 3 വയർ മാത്രമേ പറ്റത്തുള്ളൂ. phasor sum of all phase current is 0. ഇവിടെ phasor sum of all phase voltage is 0. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻട്രോഡക്ടറി ക്ലാസ്സിലുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. See you in the next video. Bye. If you like the video, do share and like it.